ഇതെന്താ ഫ്രൂട്ട്? നോനി എന്നല്ലേ ഇതിന്റെ പേര്? ഇതെങ്ങനെ കഴിക്കണേ? ഇതെടുത്ത് മുറിച്ച് മിക്സിയിലിട്ട് അടിച്ച് ഇതിന്റെ ജ്യൂസ് പരുവത്തിൽ നമ്മൾ കഴിക്കുന്ന സാധനം. ഓക്കെ, അല്ലാതെ കഴിക്കാൻ കൊള്ളത്തില്ലല്ലേ? പച്ചന കഴിക്കുന്ന സാധനം അല്ലാതെ. ഇത് പച്ചന കഴിക്കണേ അല്ലാതെ. ഓക്കെ ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ? നോക്കാം, വാ. ഇതിനുള്ള കാണാതെ തെങ്ങിനടക്ക നോക്കിയില്ലേ വെക്കൂലേ ഇത്? ഇതിൽ പറ്റിക്കൊണ്ട് മുറിക്കുവോ? ഓ, ശരിക്കും പഴുത്തോ ഇത്? പറ്റില്ല, പഴുത്തില്ലല്ലേ? പഴമായി കഴിഞ്ഞാൽ ചീഞ്ഞാടുക. പഴമായി കഴിഞ്ഞാലല്ലേ? അപ്പൊ ആ ചീഞ്ഞെടുത്താണോ നമ്മള്? വേണ്ട, ചീഞ്ഞെടുക്കരുത്, എടുക്കണം. വേണ്ടോ? എന്നിട്ട് ഇത് മിക്സിട്ട് അടിച്ചെടുക്കും. ഇത് മിക്സിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നതാണ്. ഏത്? ഈ കുരുവാ? കുരും ഇതിന്റെ ഇതെല്ലാം കൂടി കൂടി ഇത് മിക്സിട്ട് അടുക്കത്തെ സംഭവം കളയോ? ഇത് കുഞ്ഞല്ലേ, ഇത് ഇതല്ലേ, അതൊന്നും ഇതിനകത്ത് കളയില്ല നമ്മള്. കേട്ടോ, ഇതൊന്നും കളയണ്ട. ഇത് മിക്സിട്ട് അടിച്ചെടുക്കും. ചോദിച്ചില്ലേ? ഓ, ഈ സംഭവം കഴിക്കാൻ കൊള്ളത്തില്ലാന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നതോ? ആര് പറഞ്ഞു കഴിയാനും? എന്നെ രുചി? സാധനം മധുരമാണോ കയ്പാണോ? കയ്പ് മധുരം കൂടി ഇത് കൂടി ചേർക്കണം. ഏത്? പഞ്ചസാര ജ്യൂസ് അടിക്കണ്ടേ? അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇതിന്റെ പുറത്ത് തൊണ്ട് കളയണോ ഇതുപോലെ ഇരിക്കുന്നേ? അത് തൊണ്ടില് മറ്റേ കീടാണുക്കള് ഇത് കയറും. അപ്പൊ അത് പുറം പതുക്കെ ചെത്തി നൈസായിട്ട് ചെത്തി കളയുക. നൈസായിട്ട് പുറം ചെത്തി കളയുക. എന്നിട്ട് ജ്യൂസ് അടിച്ചാ മതി. അപ്പൊ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെ? ചുമ്മാ അടിച്ചിട്ട് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് എടുക്കുക? വെള്ളം ഒഴിക്കുന്നതിനകത്ത് വെള്ളം ഒഴിക്കുന്നതിനാകാം. ഇതിനകത്ത് പഞ്ചസാരയും ചേർക്കണ്ട. ഇത് നമ്മുടെ ഷുഗർ കൂടുന്നവർക്ക് ഇതൊരു കയ്പ് രസമാണ്. ഇതിനകത്ത് തന്നെ ഷുഗർ കൂടുന്നവർക്ക് കയ്പല്ലല്ലോ, കയ്പല്ലേ വേണ്ടത്? ഷുഗർ ഉണ്ട്. എന്തിനാ ഈ പാവയ്ക്ക തിന്നതിനാ? ഷുഗർ കൂടുന്നവർക്ക് പാവയ്ക്ക തിന്നതിനാ? കുറയാൻ. ഇതിന് കയ്പ് രസമല്ലയോ? ഓ, നമ്മുടെ പാവയ്ക്ക പോലെയൊക്കെ. അപ്പൊ ഇത് എന്തൊക്കെ അസുഖത്തിന് ഈ സാധനം നല്ലതാ നോനി? ഇത് ക്യാൻസർ, ഷുഗർ കൂടുന്നവർക്ക് അത് കുറയ്ക്കാൻ, പിന്നെ അങ്ങനെയുള്ളതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ സംഭവങ്ങൾ നടത്തുന്നത്. എന്നിട്ട് ഇത് തെങ്ങിന്റെ ഇടയിലൂടെയാണ് ഇതിന്റെ കൃഷി ഉണ്ടാക്കുന്നേ? തെങ്ങിന്റെ ഇടയിലെന്ന് വെച്ചാൽ ഇത് രണ്ട് തെങ്ങ് നിൽക്കുന്നോടത്ത് ഇടയ്ക്കോടെ അല്ലാതെ ചോലക്കകത്ത് കൂടെ നിൽക്കില്ലോ. രണ്ടേ നിൽക്കാതെ ചോല ഇത് ചേരുവ തന്നെ അല്ല. അതിനകത്ത് വട്ടം മുറിച്ചിട്ട് അവിടെ വേണം ഇത് നടാൻ. ഒത്തിരി പൊക്കി വിടരുത്. എന്നിട്ട് അവിടെ മുറിച്ച് വേണം. എന്നിട്ട് ശിഖരങ്ങൾ ഇങ്ങനെ ഇതിരിക്കണേ, ശിഖരങ്ങൾ നീന്തി വരും. എന്നിട്ട് അത് ആവർത്തിച്ച് പൊക്കി വിടും. ആൾക്കാർ എന്ത് കഴിക്കാൻ കൊള്ളില്ലാത്തതിനെന്തോ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ആരും ഇത് ഉപയോഗിക്കുന്നില്ലല്ലോ. ആര് ദുർഗന്ധം എന്ന് പറഞ്ഞു? ആളുകള്. പിന്നെ ഞാൻ മണത്ത് നോക്കി, ഒരു ആ താഴെ ചാടിയേക്കുന്നതിനൊരു അത് ചീഞ്ഞതല്ലയോ? ചീഞ്ഞല്ലേതോ? ചീഞ്ഞല്ലേതാ? ഓക്കെ ഓക്കെ, ചീഞ്ഞല്ലേ? അപ്പൊ ഇത് നമുക്ക് ജ്യൂസ് അടിച്ച് ഉപയോഗിക്കാം അല്ലേ? നല്ല